കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ലഹരി മാഫിയയുടെ ചതിക്കുഴികൾക്കെതിരെ ശക്തമായ പ്രതിരോധവുമായി എടവണ്ണ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം കുട്ടികളെയും യുവാക്കളെയും ലഹരിയുടെ പിടിയിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഓപ്പറേഷൻ തൂഫാൻ ബോധവൽക്കരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമദ് നിർവഹിച്ചു. സംസ്ഥാനത്ത് ഉടനീളം ഇതുപോലുള്ള ബോധവൽക്കരണ ക്ലാസുകളും അതുപോലെ തന്നെ ഇത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ രക്ഷിതാക്കൾ കേൾക്കേണ്ട അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനും നമ്മുടെ മക്കളിൽ വരുന്ന മാറ്റങ്ങളും അവരിതുപോലുള്ള ചതിക്കുഴികളിൽ വീഴുമ്പോൾ എന്ത് ചെയ്യണമെന്ന് രക്ഷിതാക്കളായ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ആളുകൾ എടുത്തിട്ടുണ്ട് എന്ന് അറിയില്ല. കാരണം ഈ ഹോള് നിറഞ്ഞ് കവിയുന്ന ആളുകൾ ശരിക്കും ഇതിന് വരേണ്ട ആളുകളാണ്. നമ്മുടെ അമ്മമാരൊക്കെ, നമ്മളൊക്കെ, ഞാനടക്കമുള്ള നമ്മളൊക്കെ ഇന്ന് അറിയേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരുപാട് ആളുകൾ സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇതുപോലുള്ള അവസ്ഥ വരുമ്പോൾ തല ഉയർത്താൻ പറ്റാതെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അതുപോലൊരു അവസ്ഥ നമുക്ക് വരരുത്. നമ്മൾക്ക് ഒരു മക്കളുണ്ടാകുമ്പോൾ ആണായാലും പെണ്ണായാലും എത്രത്തോളം ആ കുട്ടി നന്നായി വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ ഈ ഒരു സമൂഹത്തിൽ നമുക്ക് വളർത്താൻ ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വിപണിയിലെല്ലാം സുലഭമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇതുപോലുള്ള ഒരു മീറ്റിംഗ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഒരു കുട്ടി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ കയ്യും കാലും വളരുന്നതോടൊപ്പം നോക്കുന്നതോടൊപ്പം തന്നെ ആ കുട്ടി സ്വപ്നം കാണാൻ തുടങ്ങും. ആ കുട്ടി എന്താവണം, എന്തായി തീരണം, നമുക്ക് ഭാവി ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഉയർച്ചയിലെത്താൻ എത്രത്തോളമാണ് നമ്മൾ അമ്മമാർ ആഗ്രഹിക്കുന്നത്. അതൊക്കെ ഒരു നിമിഷം മറ്റെന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നത്തിലോ പരിഹാരമില്ലാത്ത മാർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ആകെ നിരാശ ബാധിച്ച്, നമുക്കറിയാം എന്ത് സമ്പാദ്യമുണ്ടെങ്കിലും അതുപോലുള്ളൊരു അവസ്ഥയിൽ മക്കൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് പ്രയാസമാണ്. നേരെ മറിച്ച് നമ്മളെ പ്രയാസങ്ങൾ നമ്മൾ മറക്കും. നമുക്ക് ചിലപ്പോൾ ചായ വെള്ളമൊക്കെ കുടിക്കണമെന്ന് നമുക്കുണ്ട്. അപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കുക, മക്കളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുക. ഏത് സമയത്തും നമ്മളെ സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ മുന്നേറുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് കൺവെൻഷൻ നടത്തിയത്. ലഹരി മാഫിയയുടെ ചതിക്കുഴികളെക്കുറിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുകയാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. എടവണ പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഒ ശശി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ലഹരിക്ക് അടിമപ്പെട്ട് വർഷങ്ങളായി ലഹരി ഉപയോഗിച്ച് അവന്റെ ഭാര്യയും കുട്ടികളും അവനെ ഉപേക്ഷിച്ചു പോയി. അച്ഛൻ മരണപ്പെട്ടു, അല്ലെങ്കിൽ പിതാവ് മരണപ്പെട്ടു. അച്ഛൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഹിന്ദു ആണെന്ന് വിചാരിക്കും, ബാപ്പ എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, പിതാവ് മരണപ്പെട്ടു. വൃദ്ധയായ മാതാവിന്റെ കൂടെ യാതൊരു പണിക്കും പോകാതെ തോന്നിയ മാതിരി ജീവിക്കുന്ന ഒരാൾ നമ്മുടെ സമൂഹത്തിലുള്ള ഒരാളാണ്. അവൻ ഒരു ദിവസം അവന്റെ കാമ പൂർത്തീകരണം നടത്താൻ വേണ്ടി ഒരു പെണ്ണ് എന്നുള്ള നിലയിൽ വീട്ടിൽ കണ്ട വൃദ്ധയായ മാതാവിന് യാതൊരു തിരിച്ചറിവുമില്ലാതെ അവന്റെ കാമ പൂർത്തീകരണം നടത്തി യാതൊരു നിർനിമേഷനായി എഴുന്നേറ്റ് പോയ ആ സങ്കടകരമായ ഒരു കാലത്താണ്, ആ സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ യഥാർത്ഥ അപകടാവസ്ഥ എന്താ മനസ്സിലായി അല്ലേ? സ്വന്തം നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തി അവനൊരു വിദ്യാഭ്യാസം കൊടുത്ത് അവനൊരു പെണ്ണ് കെട്ടിച്ച് അതിൽ മക്കളുണ്ടായി അവൻ വലിയൊരാളായി കാണണമെന്ന് ആഗ്രഹിച്ച ആ മാതാവ് അതിന്റെ വയസ്സായ അതിന്റെ ആ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ആ പോറ്റമ്മയെ സംരക്ഷിക്കേണ്ട മകൻ കാലാകാലങ്ങളായിട്ട് ലഹരിക്ക് അടിമപ്പെട്ട്
സ്വന്തം കൂടപ്പിറപ്പുകാരെ പിന്നെ എന്താ പറയാ, കൂടപ്പിറപ്പുകളാൽ ശപിക്കപ്പെട്ട, നമ്മൾ ഒരുപാട് കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ അവിടെ നടന്നു, ഇവിടെ നടന്നു, അപ്പുറത്ത് നടന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് തൊട്ടപ്പുറത്ത് പോലും നടന്നാൽ നമുക്ക് കുഴപ്പമില്ല. കാരണം അവരെ നമ്മളെ തൊട്ടയലാക്കത്തല്ല, അവരെ വീട്ടിലല്ലേ നമ്മൾ പറയാം, അല്ലെങ്കിൽ അവനല്ലേ ഇവനല്ലേ എന്നാ പറയാം. സ്വന്തം വീട്ടിൽ വരുമ്പോഴേ അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ സ്വന്തം വീട്ടിൽ നമ്മുടെ മക്കളോ, നമ്മളെ ഭർത്താവോ, നമ്മുടെ സഹോദരന്മാരോ, നമ്മുടെ ഉറ്റരായ ആളുകളോ അതിൽ കുടുങ്ങുമ്പോഴേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിദ് കളത്തിങ്ങൽ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം രജിത, നുസ്രത്ത് ബീഗം, വി ലുക്മാൻ, CDS പ്രസിഡന്റ് ജസീറ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EA കരീം, അസിസ്റ്റന്റ് സെക്രട്ടറി സൽവരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ടു.